ഹായ് മക്കളെ, +1 വിദ്യാർത്ഥികളെ കാത്തിരിപ്പുള്ള 8ന്റെ പണി എന്താണെന്നല്ലേ നമുക്ക് അതിലോട്ട് കിടക്കാം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറേ ഓണപ്പരീക്ഷ ഞങ്ങളുടെ സ്കൂളുകാരിടുന്ന ഓണപ്പരീക്ഷയാണ്, വലിയ ടെൻഷനൊന്നും വേണ്ട, വളരെ കൂളായിട്ടാണ് ഞങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നായിരിക്കാം. മക്കളെ, അതിൻ്റെ പുറകിൽ വലിയൊരു മുട്ടൻ പണിയാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അതെന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ, സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതിനാൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അധികമായിട്ട് നിങ്ങൾക്ക് കാണപ്പെടാൻ സാധ്യതയില്ല. ഒരു ജനറൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂന്നി, അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന സ്ഥിരം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിലൂന്നി ആയിരിക്കാം ചോദ്യ പേപ്പർ വരുന്നത്. പക്ഷേ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതിനാൽ തന്നെ ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് കാണാൻ സാധ്യതയേറെ. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഉറപ്പായും അതിനകത്ത് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അഥവാ നമുക്ക് സെലക്റ്റീവായിട്ട് ഉത്തരം എഴുതാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. പക്ഷേ ടീച്ചർ ഇടുന്ന ചോദ്യ പേപ്പർ ആണെങ്കിൽ അവിടെ 15 ചോദ്യം ഉണ്ടെങ്കിൽ 15 നിർബന്ധമായിട്ടും എഴുതണം എന്ന കാറ്റഗറി ആയിരിക്കും നിങ്ങൾ എവിടെ കാണാൻ പോകുന്നത്. അത് നിങ്ങളെ ഉറപ്പായും ഉഴപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും അവിടെ സ്കിപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാം ആണ് നിങ്ങൾ അവസാനമായിട്ട് എഴുതിയ മെയിൻ എക്സാം എന്ന് പറയുന്നത്. സോ അതിനകത്ത് നിങ്ങൾ എഴുതിയ ഉത്തരത്തിൽ ആൻസറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും മാർക്ക് ലഭിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. അത്രത്തോളം ഒരു ലിബറൽ വാല്യുവേഷൻ ആയിരിക്കില്ല ഓണപരീക്ഷയിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. എന്താണോ കൃത്യമായ ഉത്തരം അത് വിശദമായി എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കത്തുള്ളൂ. അല്ലാതെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ എഴുതി, ഡെറിവേഷൻസിലെ മെയിൻ സ്റ്റെപ്പുകൾ എഴുതി, എനിക്ക് മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ആ മാർക്ക് തരാൻ തീരുമാനിക്കുന്നത് അവസാന വാക്ക് നിങ്ങളുടെ ടീച്ചറുടേതാണ്. സോ അതിനാൽ തന്നെ അത്തരമൊരു മാർക്കിംഗ് സിസ്റ്റം നിങ്ങളെ കാത്തിരിപ്പില്ല. മക്കളെ, ഇതൊന്നും നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യമല്ല, മറിച്ച് ഇത് മുന്നിൽ കണ്ടൊരു കിടിലൻ തയ്യാറെടുപ്പാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. സോ എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു അടിപൊളി സൊല്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കും. സോ ഇതിന്റെ സൊല്യൂഷനുമായിട്ട് മുഴുവൻ സൈലം ടീമും വരുന്നുണ്ട് നാളെ രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ സ്വന്തം +1 ചാനൽ. ഏത് സ്ട്രാറ്റജിയാണ് ഓണപരീക്ഷയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നും, എങ്ങനെ പഠിക്കണമെന്നും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കണമെന്നും വ്യക്തമായ ഡീറ്റെയിലിംഗ് ആണ് നാളത്തെ ലോഞ്ചിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ നിങ്ങൾ മാത്രം വന്നാൽ പോരാ, കേരളത്തിലുള്ള മുഴുവൻ +1 വിദ്യാർത്ഥികളെയും നാളത്തെ സൈലം യൂട്യൂബ് ചാനൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. സൈലമിയൻസ് ആയ നിങ്ങളുടേതാണ്. നിങ്ങളുടെ പവർ കാണണം മക്കളെ. സോ എല്ലാവരും ഉണ്ടായിരിക്കണം. വർത്ത് വാച്ച് ആയിരിക്കും. ഓണപരീക്ഷ നമ്മൾ തകർക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ലോഞ്ചിൽ കണ്ടു.